ന്യൂസിലോട്ട് തന്നെ നമുക്ക് ആദ്യം പോകാം. ഏതായാലും ബ്രോക്കറേജ് കോളിലാണ് ഇപ്പോൾ റിലയൻസിന് ഇടം പിടിക്കാൻ സാധിച്ചിരിക്കുന്നത്. നമുക്ക് ആ ഒരു ബ്രോക്കറേജ് കോൾ ആദ്യം ഏതാണെന്ന് നോക്കാം. ജെഫ്രീസിൽ നിന്നാണ് റിലയൻസിന് ഇപ്പോൾ ഒരു ബ്രോക്കറേജ് കോളിൽ ഉൾപ്പെടാൻ സാധിച്ചിരിക്കുന്നത്. ടാർഗറ്റ് വില ഉയർത്തിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന 1780 നിന്നും 1785 എന്നൊരു പ്രൈസിലേക്കാണ് റിലയൻസ് ഇപ്പോൾ ഈ ഒരു ജെഫ്രീസ് റിലയൻസിൻ്റെ ടാർഗറ്റ് പ്രൈസ് ഉയർത്തിയിരിക്കുന്നത്. ബൈ റേറ്റിംഗ് തന്നെ ലഭിച്ചിട്ടുണ്ടെന്നാണ് അതിലർത്ഥം. നമുക്ക് മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ ഏണിങ്സിൽ വലിയ രീതിയിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുമെന്നാണ് സഫാൻ ജെഫ്രീസിൻ്റെ ഒരു വ്യൂ ആയിട്ടുള്ളത്. മാത്രമല്ല അവരൊരു 3 ബിസിനസ്, പ്രധാനപ്പെട്ട അവരൊരു 3 ബിസിനസ്സുകൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് 2026 കമ്പനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തലൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല FMCG ബിസിനസ്സിലൊക്കെ വരുമ്പോഴത്തേക്കും അവർക്കൊരു നേട്ടം കൊയ്യാൻ സാധിക്കും. IPOയുമായി അല്ലെങ്കിൽ ജിയോയുടെ IPOയുമായി കമ്പനി വരാൻ പോകുന്നു എന്ന രീതിയിലൊക്കെ ഒരു വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന സമയം കൂടിയാണ്. ഏതായാലും ഇതിൻ്റെ ഒരു ടെക്നിക്കൽ വ്യൂ കൂടി അറിയേണ്ടതുണ്ട്. റിലയൻസിൻ്റെ ഒരു ചാർട്ട് നിലവിൽ ഇപ്പോൾ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഈ ജെഫ്രീസിൻ്റെ ഒരു വ്യൂ കറക്റ്റാകാനുള്ളൊരു സാധ്യത ടെക്നിക്കലി കാണുന്നുണ്ടോ ചാർട്ടിൽ? സ്റ്റഡി പർപ്പസിനായി റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, മുൻ മാർക്കറ്റ് സ്ക്രീനർ സെഷനിലെല്ലാം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു 16th ഒക്ടോബറിലാണ് ഒരു പ്രോപ്പർ ബ്രേക്ക്ഔട്ട് ക്യാനൽ ഫോം ചെയ്തത്. അത് ബോക്സ് ബ്രേക്ക്ഔട്ട് ക്യാനൽ ഫോം ചെയ്തത് റിലയൻസ് ഇൻഡസ്ട്രിയിൽ 16th ഒക്ടോബറിലാണ്. അതായത് 1389 എന്ന ഹയർ ലെവലിലെ റിജക്ഷൻ സോൺ ബ്രേക്ക് ചെയ്യുന്ന റിലയൻസ് ഇൻഡസ്ട്രീസിന് ശേഷം കണ്ടിന്യൂസ് അപ്സൈഡ് റാലിയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഹയർ ലെവലിൽ ഒരു ടെക്നിക്കലി സ്ട്രോങ് ചാർട്ടുകൾ ഹയർ ലെവലിൽ എപ്പോഴും ഒരു സ്മോൾ ബേസ് ഫോർമേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലത്തെ ഒരു ചാർട്ട് പാറ്റേൺ ആണ് റിലയൻസ് ഇൻഡസ്ട്രീസ് റീസെൻ്റ്ലി ഫോം ചെയ്തത്. കൂടാതെ 1508 എന്നത് ഒരു പ്രോപ്പർ ഡിമാൻഡ് സോണായി ഈ ഒരു സ്റ്റോക്കിൽ ആക്ട് ചെയ്ത് 14th നവംബറിൽ ഒരു പ്രോപ്പർ മൊമെൻറ്റം ക്യാനൽ ഫോം ചെയ്ത് അതിനെ തുടർന്ന് റിലയൻസ് ഇൻഡസ്ട്രീസാണ് നിഫ്റ്റിയെ റാലിയെ ലീഡ് ചെയ്യുന്നത് പറയാൻ സാധിക്കും.